ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. നമ്മളിന്ന് വന്നിട്ടുള്ളത് നെറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം, ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എംപ്ലോയി ബിഹേവിയർ ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഹൈ സ്ട്രെസ് ലെവൽ? താഴെ പറയുന്ന ഏതാണ് എംപ്ലോയീസിന് സംഭവിക്കാത്തത്, എംപ്ലോയീസിൻ്റെ ബിഹേവിയറിൽ സംഭവിക്കാത്തത്? സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ ബിഹേവിയറിൽ കാണപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനാണ് ആങ്സൈറ്റി. തീർച്ചയായിട്ടും ആങ്സൈറ്റി ഉണ്ടായിരിക്കും. സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടായിരിക്കും. കെയർലെസ് മിസ്റ്റേക്ക്. നോക്കുക, കെയർലെസ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയില്ലാതെ മിസ്റ്റേക്കുകൾ നടത്തുക എന്നുള്ളതാണ്. അതൊരിക്കലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്ത് കെയർലെസ് മിസ്റ്റേക്കുകൾ ആളുകൾ വരുത്തില്ല. എപ്പോഴാണ് കെയർലെസ് മിസ്റ്റേക്കുകൾ വരുത്തുക? നമ്മൾ ശ്രദ്ധയില്ലാതെ നമ്മൾ വളരെ അലസമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് കെയർലെസ് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക. നേരെ മറിച്ച് സ്ട്രെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും എന്നുണ്ടാവുക ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ കെയർലെസ് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ഇത് കറക്റ്റ് അല്ല. ഇനി ലോ ആൻഡ് ബാഡ് ജഡ്ജ്മെന്റൽ എബിലിറ്റി, അത് ഉണ്ടാവാം. ജഡ്ജ്മെന്റിൽ തെറ്റുകൾ പറ്റാം, സ്ട്രെസ് ആയതുകൊണ്ട്, സ്ട്രെസ് സിറ്റുവേഷനിൽ അതുപോലെ തന്നെ നെർവസ്നെസ്സും ഉണ്ടാവാം. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയല്ലാത്തൊരു ഓപ്ഷൻ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ടു അച്ചീവ് ഇറ്റ്സ് എയിം ഇൻ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് SHRM, അതായത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഹ്യൂമൻ റിസോഴ്സസ്. ടു അച്ചീവ് ഇറ്റ്സ് എയിം, SHRMന്റെ എയിംസ് അച്ചീവ് ചെയ്യാനായിട്ട് ഓർഗനൈസേഷൻ ഫോർമുലേറ്റ്, താഴെ പറയുന്ന ഏതൊക്കെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് SHRM പോളിസീസ് ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാവും. SHRM ബിഹേവിയേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. SHRM പ്രാക്ടീസസ് ഉണ്ടാവും, കോമ്പിറ്റൻസീസ് ഉണ്ടാവും. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഉണ്ടാകും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. 2 ലിസ്റ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലിസ്റ്റിൽ അവിടെ കുറച്ച് സ്ഥാപനങ്ങൾ നമുക്ക് അറിയുന്ന സ്ഥാപനങ്ങളായി IMF, വേൾഡ് ബാങ്ക്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനെ ചേരുംപടി ചേർക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ബാലി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു WTO. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. WTO. അതുപോലെ തന്നെ ടു അസിസ്റ്റ് ഡെവലപ്മെൻറ്റ് കൺട്രീസ് ഇൻ ദ ഏരിയ ഓഫ് ട്രേഡ് ആൻഡ് ക്യാപിറ്റലിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ്. സോ അത് UNICAT ആണ്, UNCTAD ആണ്. ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ എമംഗ് ദ മെമ്പർ കൺട്രി. മോണിറ്ററി കോപ്പറേഷൻ, അംഗങ്ങൾ തമ്മിലുള്ള മോണിറ്ററി കോപ്പറേഷൻ വരുന്നത് IMF ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് അവരെ അംഗങ്ങൾ തമ്മിൽ മോണിറ്ററി എന്തുണ്ടാക്കുന്നത്, കോപ്പറേഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ലോൺസ് ഫോർ ബിൽഡിംഗ് ക്യാപിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദ കമ്പനി, അത് വേൾഡ് ബാങ്ക് ആണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്സ് മുതലുള്ള കാര്യങ്ങൾ, ബിൽഡിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക വേൾഡ് ബാങ്ക് ആണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ആ കോമ്പിനേഷൻ വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഇനി നാലാമത്തെ ഒരു ചോദ്യം നോക്കാം. ഇവിടെ കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് ഫീലിങ്സ്, ബ്രാൻഡ് പൊസിഷൻ, ബ്രാൻഡ് സൈലൻസ് എന്നുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതെന്താണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ചേരുംപടി ചേർക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ എ, എന്താണ് ബ്രാൻഡ് ഇമേജ്? ബ്രാൻഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഓഫ് ദ ബ്രാൻഡ് ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്, അതാണ് ബ്രാൻഡ് ഇമേജ്. കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ എന്താണോ ബ്രാൻഡിനെ പറ്റിയുള്ള അഭിപ്രായം, ആ ഇമേജ്, അതാണ് ബ്രാൻഡ് ഇമേജ്. മീറ്റിംഗ് ദർ സോഷ്യൽ സൈക്കോളജിക്കൽ നീഡ്സ്, അവരുടെ സാമൂഹികവും മാനസികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന എന്താണോ അതാണത്. ഇനി ബ്രാൻഡ് ഫീലിംഗ് എന്താണ്? ബ്രാൻഡ് ഫീലിംഗ്, അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ബ്രാൻഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സ് ഇമോഷണൽ റെസ്പോൺസ്
റിയാക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ബ്രാൻഡ്. ബ്രാൻഡിനോടുള്ള ഇമോഷണൽ റെസ്പോൺസ് ആണ് എന്ത് ബ്രാൻഡ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ എന്താണ് ബ്രാൻഡ് പൊസിഷൻ. എന്താണ് ബ്രാൻഡ് പൊസിഷൻ? ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് മാർക്കറ്റ് ഓഫ് ദ ബ്രാൻഡ് ടു ക്രിയേറ്റ് എ യൂണീക് പൊസിഷൻ ഇൻ ദ മൈൻഡ് ഓഫ് കസ്റ്റമർ. കസ്റ്റമറിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നമ്മുടെ ബ്രാൻഡിന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മാർക്കറ്റേഴ്സ് ശ്രമിക്കും. അതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ബ്രാൻഡിൻ്റെ പൊസിഷൻ ഉണ്ടാവും. അപ്പോൾ ഐഫോൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാറുകളിലെ BMW എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഓരോ പ്രൊഡക്റ്റിനും ഒരു സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ടാവും. ആ സ്ഥാന നിർണ്ണയം നടക്കുന്നത് മാർക്കറ്റേഴ്സിൻ്റെ കഴിവാണ്. മാർക്കറ്റേഴ്സ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ആ പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുന്നതിനെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ബ്രാൻഡ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൗ കസ്റ്റമേഴ്സ് തിങ്ക് ഓഫ് ദ ബ്രാൻഡ് അണ്ടർ വേരിയസ് പർച്ചേസ് സിറ്റുവേഷൻ. വ്യത്യസ്തമായിട്ടുള്ള പർച്ചേസ് സിറ്റുവേഷനിൽ ബ്രാൻഡിനെ പറ്റി കസ്റ്റമേഴ്സ് എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത്. സോ കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഓപ്ഷൻ സിയിലാണ്. സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ടു ഗെയിൻ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഇന്ത്യൻ ബിസിനസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗെയിൻ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇൻ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ഇന്ത്യൻ ബിസിനസ് ആർ എക്സ്പെക്റ്റഡ് ടു. വളരെ കുറച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഇന്ത്യൻ ബിസിനസ്സുകാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. റിഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്, സാക്രിഫൈസ് പ്രോഫിറ്റ് ആൻഡ് അഡ്വർടൈസ് മോർ. അത് പ്രാക്ടിക്കലാണോ? അതായത് കോസ്റ്റ് വളരെ ചെറിയൊരു ബിസിനസ്സാണ്. അവർ അവർ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? അവരുടെ ആകെ കിട്ടുന്ന പ്രോഫിറ്റ് അവർക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? അവർക്ക് അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ നമുക്ക് ഓപ്ഷൻ എന്ന് എലിമിനേറ്റ് ചെയ്യാം. അത് ഒരിക്കലും ഒരു ലോ കോസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ബിസിനസ്മാന് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി സപ്പോർട്ട് MSME ടു സ്ട്രെങ്തൻ ദ സപ്ലൈ ചെയിൻ. അത് സാധിക്കും. MSME എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുണ്ട്. ഇപ്പോൾ ഉദ്യം യോജന പ്രകാരം നമുക്ക് MSMEസിൽ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് അവർക്കുള്ള MSMEസിന് കിട്ടുന്ന സ്പെഷ്യൽ ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് മുതലായ കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ അവർക്ക് കിട്ടും. സപ്പോർട്ട് MSMEസിന് ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ ചെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ലോ കോസ്റ്റ് മാനുഫാക്ചറേഴ്സിന് സാധിക്കും. അത് ശരിയാണ്. അഡോപ്റ്റ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ് മോർ ഓൺ ഇന്നോവേഷൻസ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, പ്രൊഡക്റ്റിൽ ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഫോക്കസ് മോർ ഓൺ ഇന്നോവേഷൻസിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ നമുക്ക് ഒരു വളരെ ശരിയാണെന്ന് വയ്ക്കാവുന്നതാണ്. പിന്നെ ബ്രിഡ്ജ് ട്രസ്റ്റ് ഡെഫിസിറ്റ് ആൻഡ് ഗെയിൻ സപ്പോർട്ട് ഫ്രം ദ പബ്ലിക്, വർക്കേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ്. ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആർക്ക് തമ്മിൽ? പബ്ലിക്കായിട്ട്, വർക്കേഴ്സായിട്ട്, പോളിസി മേക്കേഴ്സൊക്കെ ആയിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അവരിൽ നിന്ന് അവരുടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ഉത്തരം വരുന്നത്. ബാക്കി എ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൊരു വിഷയം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ആറാമത്തെ ഒരു ചോദ്യം നോക്കാം. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ കറക്റ്റ് ഫോംസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ? താഴെ പറയുന്നതിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഫോംസ്, പലതരത്തിലുള്ള PLCs ഉണ്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിൽ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ കറക്റ്റ് ഫോംസ്, ഏതൊക്കെയാണ് കറക്റ്റ് ഫോംസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ബെൽ ഷേപ്ഡ് PLC ഉള്ളതാണ്. അതുപോലെ തന്നെ സ്കാലപ്പ് PLC ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലിക് റീസൈക്ലിക് PLC ഉണ്ട്. ഗ്രോത്ത് സ്ലം PLC അവിടെ ഇല്ല. സോ ഇത് മാത്രമാണ് നമുക്ക് ഇല്ലാത്തുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ നോവൽ ഐഡിയ. ദ 5 steps ഓഫ് ദ ക്രിയേറ്റീവ് പ്രോസസ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ് ഒരു പുതിയ ഐഡിയനെ കൊണ്ടുവരാൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ തുടക്കം. ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് എ നോവൽ ഐഡിയ. ദ 5 steps ഓഫ് ദ ക്രിയേറ്റീവ് പ്രോസസ്. ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്.
നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ആദ്യം എന്താണ് നടക്കുന്നത്? എലാബറേഷൻ ആണോ, ഇവാലുവേഷൻ ആണോ, ഇൻക്യുബേഷൻ ആണോ, പ്രിപ്പറേഷൻ ആണോ, ഇൻസൈറ്റ് ആണോ? നമുക്ക് ആദ്യം വരേണ്ടത് ഏതാണ്? പ്രിപ്പറേഷൻ ആണ്. നമ്മളത് പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയക്ക് വേണ്ടി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ആ ഐഡിയക്ക് വേണ്ടി നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യണം. നമ്മുടെ ഒരു ചെറിയ തോട്ടിനെ നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്യണം. അതിനെ വളർത്തി കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് ഇൻസൈറ്റ്സ് ഉണ്ടാവണം. അതുപോലെ അത് കഴിഞ്ഞാൽ എന്തുണ്ടാവണം? അത് ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അത് ഇലാബറേറ്റ് ചെയ്യണം. ഇതാണ് 5 സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? ആദ്യം പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ, അത് കഴിഞ്ഞാൽ ഇൻസൈറ്റ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ ആൻഡ് എലാബറേഷൻ. സോ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ആ സീക്വൻസിലാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ പോകുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ആർ ദ മോസ്റ്റ് കോമൺ എറർ കമ്മിറ്റഡ് ബൈ എന്റർപ്രണേഴ്സ്? താഴെ പറയുന്നതിൽ ഏതാണ് എന്റർപ്രണേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള കോമൺ ആയിട്ടുള്ള എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ടു ആൻറ്റിസിപ്പേറ്റ് റോഡ് ബ്ലോക്ക്, അതൊരു കോമൺ ആയിട്ടുള്ള എറർ അല്ല. നേരെ മറിച്ച് നോ കമ്മിറ്റ്മെന്റ് ഓർ ഡെഡിക്കേഷൻ, അത് കോമൺ ആയിട്ടുള്ള എററാണ്. പുതിയ എന്റർപ്രണേഴ്സ് കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുക, അവർ ഡെഡിക്കേറ്റഡ് അല്ലാതിരിക്കുക, ഇതെല്ലാം കോമൺ ആയിട്ട് വരുത്തുന്ന തെറ്റുകളാണ്. പ്രപ്പോസ് മാർക്കറ്റ് നിച്ച്, അത് കോമൺ ആയിട്ടുള്ള ഒരു എറർ അല്ല. ലാക്ക് ഓഫ് ഡെമോൺസ്ട്രേറ്റഡ് എക്സ്പീരിയൻസ്, അത് കോമൺ എററാണ്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പുതിയ എന്റർപ്രണേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് അത് കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അതൊരു കോമൺ എററാണ്. നോ റിയലിസ്റ്റിക് ഗോൾ, വലിയ ഗോളുകൾ വെക്കും. പുതിയ ആൾക്കാരായതുകൊണ്ട് മാർക്കറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയുള്ള ധാരണ കുറവായതുകൊണ്ട് അവർ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യും. അത് കോമൺ ആയിട്ടുള്ളൊരു എററാണ് നോ റിയലിസ്റ്റിക് ഗോൾ എന്നുള്ളത്. സോ ഇവിടെ വരുന്ന ഓപ്ഷൻസ് ബി, ഡി, ഇ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ് എക്സാം നമുക്കറിയാം ഇനി ഒരു 30 ദിവസത്തോളം മാത്രമേ നെറ്റ് എക്സാമിനുള്ളൂ. നെറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠനം വളരെ ശക്തമാക്കേണ്ട സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ നെറ്റ് മാനേജ്മെന്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 30 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള PDF നോട്ടുകൾ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, സിലബസ് വെച്ചുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളെയും പറ്റി, അതുപോലെ തന്നെ നമ്മൾ മോഡൽ എക്സാംസ്, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് വാട്സപ്പ് വഴി ഒരു ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അവിടെ അധ്യാപകരുണ്ടാവും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ട് 30 ദിവസം കൊണ്ട് വളരെ ചുരുക്കി പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചുകൊണ്ട് 30 ദിവസം കൊണ്ട് നമ്മുടെ നെറ്റ് മാനേജ്മെന്റ് ക്രാക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. സോ ആ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർ, മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 9778826292 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരവും അറിയാം. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. പഠനം എത്രയും പെട്ടെന്ന് ശക്തമാക്കുക. നമുക്ക് ഇത്തവണ തന്നെ നെറ്റ് മാനേജ്മെന്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം, which one of the following task is not expected to be performed in sales manager? താഴെ പറയുന്നതിൽ ഏതാണ് സെയിൽസ് മാനേജർ ചെയ്യേണ്ടതായിട്ടല്ല, സെയിൽസ് മാനേജറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്? ഡിസൈനിങ് സെയിൽസ് ടെറിട്ടറി, അത് അയാൾ ചെയ്യേണ്ടതാണ് അല്ലേ? സെയിൽസ് മാനേജറാണ് സെയിൽസ് ടെറിട്ടറി നിശ്ചയിക്കേണ്ടത്. ഡിറ്റർമിനിങ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ഫേംസ് പ്രൊഡക്റ്റ്, നമുക്ക് ഒരു ഫേംസിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ഒരിക്കലും സെയിൽസ് മാനേജർ അല്ല. അത് നമ്മുടെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാരാണ് അത് തീരുമാനിക്കുന്നത്. സെയിൽസ് മാനേജർ ചുമതല പ്രൊഡക്റ്റ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് പ്രൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് മാനേജറിന്റെ ചുമതല. അതുകൊണ്ട് പ്രൈസ് നിശ്ചയിക്കേണ്ട ചുമതല ഒരിക്കലും സെയിൽസ് മാനേജർക്കല്ല. ഫോർമുലേറ്റിംഗ് സെയിൽസ് പോളിസീസ് തീർച്ചയായിട്ടും ആണ്. സെയിൽസ് സെലക്ടിങ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് സെയിൽസ് ഫോഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടത് ആരാണ്? സെയിൽസ് മാനേജറാണ്. പക്ഷേ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത് ഒരിക്കലും നമ്മുടെ സെയിൽസ് മാനേജർ അല്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, ഫണ്ട്സ് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആർ ഇമ്പോർട്ടൻറ്റ് മാനേജറിയൽ ടൂൾസ് ആൻഡ് ഹെൽപ്പ് ദ ഫേം ടു നോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഫണ്ട് ഫ്ലോ വഴിയും ക്യാഷ് ഫ്ലോ വഴിയും
ഫേമിന് അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ലിക്വിഡിറ്റി പൊസിഷൻ അറിയാനായിട്ട് സാധിക്കും. ബിസിനസിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുക വഴി അറിയാൻ സാധിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അറിയാം, ഡിവിഡൻഡ് പെയ്ഡ് അറിയാൻ പറ്റും, എക്സ്റ്റെൻഡ് ഓഫ് എക്സ്റ്റേണൽ ഫിനാൻസിങ് അറിയാൻ പറ്റും. കാരണം ബിസിനസിന്റെ അകത്തേക്കും ബിസിനസിന്റെ പുറത്തേക്കും പോകുന്ന ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്യാഷ് ഫ്ലോ അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുക വഴി അറിയാൻ സാധിക്കും. സോ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ സി ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കറണ്ട് അക്കൗണ്ട് ഓഫ് ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ കറണ്ട് അക്കൗണ്ടിന്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അത് എന്താണ്? ഇതിൽ എക്സ്പോർട്ട് ഗുഡ്, ഇമ്പോർട്ട് ഗുഡ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിൽ പെടാത്തത്. സോ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ കമ്പനീസ് ഓഫർ പ്രൊഡക്ട്സ് ഇൻ സ്മോൾ പാക്കേജസ് ഓർ ചേഞ്ച് ഓൺ എ പേ പേഴ്സ് ബേസിസ് ദെൻ സച്ച് സ്ട്രാറ്റജീസ് ആർ പാർട്ട് ഓഫ്. അതായത് കമ്പനീസ് ചെറിയ പാക്കേജസിൽ പ്രൊഡക്റ്റുകൾ വിൽക്കുകയാണ്, വില കുറച്ചുകൊണ്ട്. ഇപ്പോൾ ₹1 സാഷയായിട്ട് നമ്മൾ ഷാംപൂസ് ആയാലും ചെറിയ സോപ്പുകളായാലും ചെറിയ ട്യൂബിലുള്ള പേസ്റ്റുകളായാലും അങ്ങനെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സ്ട്രാറ്റജി എന്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? റീജണലൈസേഷൻ സ്ട്രാറ്റജി, സ്ട്രാറ്റജീസ് ഫോർ കോമ്പറ്റിംഗ് വിത്ത് ഗ്ലോബൽ കമ്പനീസ്, സ്ട്രാറ്റജീസ് ഫോർ ഇന്റർനാഷണലൈസേഷൻ, സ്ട്രാറ്റജീസ് ഫോർ ദ ബോട്ടം ഓഫ് ദ പീരീഡ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടെ ഉള്ള പർച്ചേസിംഗ് പവർ ഏറ്റവും കുറവുള്ള ആൾക്കാർക്ക് ലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കുറഞ്ഞ വിലയിൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കമ്പനികൾ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത്. അത് ബോട്ടം പിരമിഡിലുള്ള ആൾക്കാർ, നമ്മുടെ എക്കണോമിക് പിരമിഡിൽ ബോട്ടം ലെവലിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.